സൂറത്തുൻ നിസായിലെ 46-ാമത്തെ ആയത്ത്. ആ ആയത്തിൽ പരാമർശിക്കുന്ന വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്ന വിഷയം തയമ്മുമിനെ കുറിച്ചാണ്. 43-ാമത്തെ ആയത്തിൽ തയമ്മുമാണ്. തയമ്മും, വുളൂ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് തയമ്മും, അല്ലേ? തയമ്മുമിന്റെ മസ്അല നമ്മളൊക്കെ ഒരു പക്ഷേ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാകും. വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത പ്രത്യേക സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ വുളൂഇന് പകരം ചിലപ്പോൾ കുളിക്ക് പകരവും ഉപയോഗിക്കുന്ന ഒന്നാണ് തയമ്മും. തയമ്മും എന്ന് പറഞ്ഞാൽ വുളൂ ചെയ്യണ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ല, വളരെ കുറഞ്ഞ പണിയേ ഉള്ളൂ. ശുദ്ധമായ മണ്ണെടുത്ത് ആ മണ്ണിൽ എൻ്റെ കൈകൾ മടിച്ച് ആ കൈ കൊണ്ട് കൈയൊന്ന് കൊട്ടിയ ശേഷം, അതായത് മണ്ണ് കയ്യിൽ പിടിച്ചിട്ടില്ല, ആ മണ്ണൊന്ന് കളഞ്ഞ ശേഷം മുഖം തടവുക, രണ്ടാമത് മടിക്കുക, ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ തടവുക, വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈ തടവുക. തയമ്മുമായി വുളൂഇന് പകരമാണ്. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വെള്ളമില്ലാത്ത സാഹചര്യങ്ങൾ ചെയ്യാനുള്ള പ്രതിവിധിയാണ് ഈ ആയത്ത്. ഈ സംഭവം പ്രതിപാദിക്കുന്ന ആയത്ത് സൂറത്തുൻ നിസായിലെ 43-ാമത്തെ ആയത്താണ്. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്! ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഈ വുളൂഇന്റെ ഈ തയമ്മുമിന്റെ പിന്നിലും സ്വഹാബത്ത് അനുഭവിച്ച ത്യാഗപ്പെട്ട ഒരുപാട് ചില സംഭവങ്ങൾ കാണാൻ കഴിയും. ഒരിക്കൽ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 സംഘങ്ങളെ, 2 വിഭാഗം ആളുകളെ യുദ്ധത്തിനായിട്ട് അയക്കുകയാണ്. യുദ്ധത്തിന് വേണ്ടി അയച്ചു. ഒരു സംഘത്തിലെ ഒരു സ്വഹാബിക്ക് ആ യുദ്ധമധ്യേ തലയിൽ മാരകമായ മുറിവേറ്റു. തലയിൽ. ആ മുറിവ് വെച്ച് കെട്ടി. മാത്രമല്ല, അന്നത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ, അന്നത്തെ മരുന്ന് എന്ന് പറഞ്ഞാൽ ഈത്തപ്പന ഓല, ആ ഈത്തപ്പന ഓല കരിച്ച് അത് മുറിവുള്ള സ്ഥലത്ത് വെച്ച് കെട്ടലാണ് അന്നത്തെ ചികിത്സാ രീതി. അതാണ് അന്നത്തെ മരുന്ന്. പഴയകാലത്ത് കുറച്ചു കാലം മുമ്പുള്ള പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താ? കൈ പൊള്ളി അല്ലെങ്കിൽ മുറിവായി നമ്മൾ നടത്തുന്ന ഒരു പ്രത്യേക ചികിത്സ ഉണ്ടാവും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിരിക്കുന്ന ഈ യുദ്ധസംഘത്തിലെ ആൾക്ക് മാരകമായ മുറിവേറ്റപ്പോൾ ഈന്തപ്പന പോലെ കരിച്ച് മുറിവിൽ കെട്ടിവെച്ചു. മറ്റു സ്വഹാബാക്കൾ അങ്ങനെയാണ് ചെയ്തത്. അന്നത്തെ രാത്രി ആ സ്വഹാബിക്ക് അല്ലാഹുവിൻ്റെ ഒരു പ്രത്യേക പരീക്ഷണം കൂടി ഉണ്ടായി. ആ സ്വഹാബിക്ക് സ്വപ്നസ്ഖലനം സംഭവിച്ചു. കുളി നിർബന്ധമായി. കുളിക്കണമല്ലോ. മാത്രമല്ല, നോമ്പിന്റെ സമയത്ത് സ്വപ്നസ്ഖലനമുണ്ടായാൽ, സ്ഖലനമുണ്ടായാൽ നോമ്പ് മുറിയുമില്ല. നമ്മൾ പകല് കടന്നുറങ്ങുകയായിരുന്നു. സ്വപ്നസ്ഖലനമുണ്ടായി നോമ്പ് മുറിയോ? നോമ്പ് മുറിയില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്ഖലനം സംഭവിക്കരുത് എന്നേ ഉള്ളൂ. മാത്രമല്ല, ആ സ്വഹാബി അന്ന് അദ്ദേഹത്തിന് സ്വപ്നസ്ഖലനമുണ്ടായി. സുബഹിയുടെ സമയമായി. അദ്ദേഹത്തിന് നിസ്കരിക്കണമെങ്കിൽ കുളിക്കണം. കുളി നിർബന്ധമായിട്ടുണ്ട്. തലയിൽ മുറിവുള്ളത് കൊണ്ട് കുളിക്കുവാനും പ്രയാസമുണ്ട്, പറ്റില്ലല്ലോ. എന്ത് ചെയ്യുമെന്ന് എല്ലാവരോടും ചോദിച്ചു. എന്താ ഇതിന് പ്രതിവിധി എന്താണ്? എല്ലാവരും പറഞ്ഞു മറുപടി കുളിക്കണം. കുളി നിർബന്ധമായി, പിന്നെ കുളിക്കുകയല്ലാതെ വേറെന്താ വഴി? കുളിക്കണം എല്ലാവരും പറഞ്ഞു. എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ തലയിൽ മുറിവായി വെച്ചുകെട്ടിയിരിക്കുന്ന ഈ സ്വഹാബി അന്ന് കുളിച്ചു എന്ന് മാത്രമല്ല, ആ മുറിവിലൂടെ തലയുടെ ഉള്ളിലേക്ക് വെള്ളമിറങ്ങി ആ പരിശുദ്ധനായ സ്വഹാബി മരിച്ചു പോവുകയാണ്. ആ സ്വഹാബി മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ സ്വഹാബി മരിച്ചു എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയത്. സ്വഹാബാക്കൾ തിരിച്ച് നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. വിശേഷങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ സ്വഹാബത്ത് ഈ സംഭവം പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ വിഷമമായി, വലിയ പ്രയാസമായി. റസൂൽ അവരോട് പറഞ്ഞു, ഖതൽതും അഖാകും, നിങ്ങളുടെ സഹോദരൻ നിങ്ങൾ കൊന്നുകളഞ്ഞു. വേണ്ടാത്ത പണിയാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ കൊന്നുകളഞ്ഞിരിക്കുന്നു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഹോദരനെ കൊന്നുകളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് കുളിക്കേണ്ട എന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ? കുളിക്കാൻ പറ്റാത്ത സമയമല്ലേ? തലയിൽ മുറിവേറ്റ സമയമല്ലേ? കുളിക്കേണ്ട എന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്തിനാണ് അദ്ദേഹത്തെ നിങ്ങൾ കുളിപ്പിച്ചത്? സ്വഹാബാക്കൾ പറഞ്ഞു,
വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കണമെന്ന് പഠിപ്പിച്ചത് നിങ്ങളല്ലേ? വലിയ അശുദ്ധിക്കുള്ള പരിഹാരമാർഗം കുളിയാണ് എന്ന് പഠിപ്പിച്ചത് നിങ്ങളല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ തിരിച്ച് ആരായുകയാണ്. ഈ ഘട്ടത്തിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. മഹാനായ സയ്യിദുനാ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ യുദ്ധസംഘം, അല്ലാഹു തആല ആ യുദ്ധസംഘത്തിന് രാത്രിയിൽ എല്ലാവർക്കും സ്വപ്നസ്ഖലനമുണ്ടാക്കി. എല്ലാവർക്കും രാത്രിയിൽ സ്വപ്നസ്ഖലനമുണ്ടായി. അവർക്ക് യുദ്ധസംഘമല്ലേ, യുദ്ധത്തിൽ നിൽക്കാവുന്ന ഏറ്റവും നല്ല ഇടം അവർ കണ്ടുപിടിച്ച് നിന്നതാണ്. അവിടെ വെള്ളമുണ്ടോ ഒന്നും അവർക്കറിയില്ല. മാത്രമല്ല രാത്രികളിലെ സ്വപ്നസ്ഖലനം ഉണ്ടായത് സുബഹി നിസ്കരിക്കണമല്ലോ, അവർക്ക് വെള്ളമില്ല. സുബഹിയായി കഴിഞ്ഞപ്പോൾ അമീറാകുന്ന സയ്യിദുനാ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിന്റെ മസ്അല എനിക്കറിയില്ല, വെള്ളമില്ല, നമുക്കെല്ലാവർക്കും കുളി നിർബന്ധമാണ്, ഇതിന്റെ മസ്അല എന്താണ് എന്ന് എനിക്കറിയില്ല. മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണല്ലോ. മാത്രമല്ല നമുക്ക് ശുദ്ധിയാകാൻ മണ്ണിൽ കിടന്നുരുളാം എന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് പറഞ്ഞു. അല്ലാഹു നമ്മെ പടച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് ഇപ്പൊ ഉള്ളുകൊടുക്കാൻ അല്ലെങ്കിൽ കുളിക്കാൻ വേണ്ടിയുള്ള വെള്ളമല്ല. എൻ്റെ ഒരു അഭിപ്രായം, ഈ നിർബന്ധമായ കുളി അങ്ങ് വീടാൻ വെള്ളം കിട്ടാത്ത സ്ഥിതിക്ക് നമുക്കെല്ലാവർക്കും മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട നമുക്ക് മണ്ണിൽ കിടന്നങ്ങ് ഉരുളാം ഇത് അദ്ദേഹം പറഞ്ഞു. എല്ലാവരും അങ്ങനെ ചെയ്തു. അവർ രണ്ടു സംഘമായി. ചില ആളുകൾ നബിയുടെ അടുക്കൽ ഈ സമയം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അപ്പോഴാണ് പരിശുദ്ധമായ സൂറത്തുൻ നിസായിലെ 43-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. وَإِن كُنتُم مَّرْضَىٰ أَوْ عَلَىٰ سَفَرٍ أَوْ جَاءَ أَحَدٌ مِّنكُم مِّنَ الْغَائِطِ أَوْ لَامَسْتُمُ النِّسَاءَ فَلَمْ تَجِدُوا مَاءً فَتَيَمَّمُوا صَعِيدًا طَيِّبًا فَامْسَحُوا بِوُجُوهِكُمْ وَأَيْدِيكُمْ إِنَّ اللَّهَ كَانَ عَفُوًّا غَفُورًا. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മൂപ്പരുടെ ഇജ്തിഹാദ പ്രകാരം പറഞ്ഞതാണ്. ഇജ്തിഹാദിന് യോഗ്യതയുള്ള ആളാണല്ലോ. അല്ലാഹു നമ്മെ മണ്ണിൽ നിന്ന് പടച്ചത്. അതുകൊണ്ട് വെള്ളം കിട്ടാത്ത സ്ഥിതിക്ക് മണ്ണ് കിടന്ന് ഉരുളാൻ അത് മതിയാകും എന്ന് പറഞ്ഞ് ചില ആളുകൾക്ക് അങ്ങനെ ചെയ്തു. ചില ആളുകൾ ഈ വിഷയം കൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് എത്തി. പരിഹാര മാർഗത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തു. പരിശുദ്ധ ഖുർആൻ ഇറങ്ങുകയാണ്. സൂറത്തുൻ നിസായിലെ 43-ാമത്തെ ആയത്ത്. നമ്മളിന്ന് ഇത് ചിന്തിക്കുക പോലും ചെയ്യാതെ ഈ ആയത്ത് സുഗമമായി ഓടിപ്പോകും. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പശ്ചാത്തലങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. ഒരു സ്വഹാബിയുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴാ ഈ ആയത്തിറങ്ങുന്നത്. ഖുർആൻ പറഞ്ഞു, വഇൻ കുൻതും മർളാ, നിങ്ങൾ രോഗികളാണെങ്കിൽ, ഔ അലാ സഫറിൻ, അല്ലെങ്കിൽ യാത്രയിലാണ്. യാത്രയിലാകുമ്പോൾ എവിടെ വെള്ളമുണ്ട് ഇല്ല എനിക്കറിയില്ല. വെള്ളമില്ലെങ്കിൽ യാത്രയിലാണ്. ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്, അല്ലെങ്കിൽ മലമൂത്ര വിസർജനാദികൾ കഴിഞ്ഞ് തിരിച്ചു വന്നു. മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ പിന്നെ വൃത്തിയാക്കാൻ വെള്ളം വേണം. അത് കഴിഞ്ഞ് നിങ്ങൾ വന്നു. ഔ ലാമസ്തുമുൻ നിസാ, അല്ലെങ്കിൽ ഭാര്യമാരുമായി നിങ്ങൾ ശാരീരിക ബന്ധം നടത്തി. കുളി നിർബന്ധമായാൽ ഫലം തജിദൂ മാഅ, വെള്ളം കിട്ടാനില്ല. എല്ലാം കഴിഞ്ഞു നോക്കും വെള്ളമൊന്നും കിട്ടാനില്ലെങ്കിൽ ഫതയമ്മമൂ സഈദൻ തയ്യിബാ, നിങ്ങൾ നല്ല മണ്ണ് കൊണ്ട് തയമ്മും ചെയ്തുകൊള്ളൂ എന്ന് റബ്ബുൽ ആലമീൻ ആയത്തിറക്കി. എങ്ങനെ തയമ്മും അതും പറഞ്ഞു കൊടുത്തു. ഫംസഹൂ ബിവുജൂഹികും വഅയ്ദീകും, മുഖം തടവണം, രണ്ട് കൈയും തടവണം. ഇതാണ് തയമ്മും. ഇന്നല്ലാഹ കാന അഫൂവൻ ഗഫൂറാ. അപ്പൊ ഇത് കുളിക്ക് പകരാവോ? കുളിക്ക് പകരം ഇത്ര ചെയ്താൽ മതിയോ? അല്ലാഹ് അഫൂവും ഗഫൂറുമാണ്. ഇതല്ലേ പറ്റൂ. ഇപ്പോൾ ഇതിനപ്പുറം സാധിക്കില്ലല്ലോ. അതുകൊണ്ട് പടച്ചവന്റെ അത് മതി. അള്ളാഹു നിങ്ങൾക്ക് അഫു ചെയ്യും, അള്ളാഹു ഗഫൂറാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചു, സ്വഹാബത്തിനെ പഠിപ്പിച്ചു. അതുവഴി നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്കും ഇത്തരം ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും.
ശാഫിഈ മദ്ഹബിൽ തയമ്മും ചെയ്യാൻ ശുദ്ധിയായ മണ്ണ് തന്നെ വേണം. ചുമരിലടിച്ചാൽ അത് മതിയാവില്ല. ശാഫിഈ മദ്ഹബിൽ ശുദ്ധമായ മണ്ണ് തന്നെ വേണം. മണലും മതിയാകില്ല, മണ്ണ് തന്നെ വേണം. എന്നാൽ ഹനഫി മദ്ഹബിലൊക്കെ ചില വ്യത്യാസങ്ങൾ, മണ്ണിൻ്റെ വകുപ്പിൽപ്പെട്ട വസ്തു മതിയാകും എന്ന അഭിപ്രായം ഹനഫി മദ്ഹബിലുണ്ട്. മണ്ണുകൊണ്ടുണ്ടാക്കുന്നതാണല്ലോ ഇഷ്ടിക തൊട്ടാൽ മതി. അങ്ങനെയാണ് ചുമർ പഠിക്കുന്ന ചില ആൾക്കാർ. ഇഷ്ടിക മതി, കുമ്മായപ്പൊടി മതി, കുമ്മായപ്പൊടി കൊണ്ട് വധു ചെയ്താൽ തയമ്മം ചെയ്താൽ മതി അഭിപ്രായം ഹനഫി മദ്ഹബിലുണ്ട്. നിയ്യത്ത് നിർബന്ധമാണ്. ആ നിയ്യത്തോടു കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സാധിക്കുമെങ്കിൽ എല്ലാവരുമായും, സാധിക്കാത്ത ആളുകൾ, അതായത് വുളൂ ചെയ്യാൻ കഴിയാത്ത ആളുകൾ അതിന് പരിഹാരമായി ചെയ്യേണ്ട ഒന്ന് ഈ തയമ്മുമാണ്. ഈ ഉമ്മത്തിന് നൽകിയിരിക്കുന്ന ഈ വലിയ അനുഗ്രഹം, ഈ വലിയൊരു കാര്യം, ഈ തയമ്മും, ഒരു തയമ്മും കൊണ്ട് ഒരു ഫർദ് മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഈ സംഭവത്തിന് പിന്നിൽ, ഈ ഒരു നിയമം അല്ലാഹു തആല ഭൂമിയിലേക്ക് വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിക്കുന്നതിന് പിന്നിൽ എന്തെല്ലാം സംഭവിച്ചു, എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടായി. ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും അതിൽ ഒരുപാട് പ്രയാസങ്ങളുമൊക്കെ സഹിച്ചതിൻ്റെ പിന്നാലെയാണ് വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് ഇറങ്ങിയത്, നിയമങ്ങൾ ഇറങ്ങിയത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഗവേഷണം നോക്കൂ. മൂപ്പര് ഗവേഷണം ചെയ്തത് എന്താ? അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. മണ്ണ് പരിശുദ്ധമാണല്ലോ. ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള മണ്ണുണ്ട്. ആ മണ്ണിൽ വലിയ അത്ഭുതമുണ്ട്. പട്ടിയെ തൊട്ടാൽ പോലും, ഒരു പട്ടിയെ നമ്മൾ തൊട്ടാൽ ആ പട്ടിയുടെ തൊട്ടത് മുഹല്ലദായ നജസാണ്. തൊട്ടത് ശുദ്ധിയാക്കാൻ 7 പ്രാവശ്യം കഴുകലാണ്. ആ 7 പ്രാവശ്യത്തിൽ 1 മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട്, മണ്ണിലാണ്. പട്ടിയുടെ ശരീരത്തിൽ നിന്ന് വരാവുന്ന രോഗാണുക്കളെപ്പോലും നശിപ്പിച്ച് കളയാൻ പറ്റുന്ന മരുന്ന് അള്ളാഹു മണ്ണിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മണ്ണ് വലിയ ഫലമുള്ളതാണ്. അതുകൊണ്ട് ഏത് കുടിയാണെങ്കിലും ഏത് വുളൂആണെങ്കിലും അതിനൊക്കെ പകരമാകാൻ പറ്റുന്ന ഒന്ന് മണ്ണാണ് എന്ന് സയ്യിദുന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അങ്ങ് ഗവേഷണം ചെയ്തു. മൂപ്പരങ്ങ് ഇജ്തിഹാദ് ചെയ്തു. അതങ്ങ് ചെയ്യാൻ പറഞ്ഞു. അവർ ഇജ്തിഹാദിൻ്റെ ആളുകളാണ്, യോഗ്യതയുള്ള ആളുകളാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പഠിച്ച ആളുകളല്ലേ? അവർ മുജ്തഹിദീങ്ങളാണ്, യോഗ്യതയുള്ള ആളുകളാണ്. നായയിൽ നിന്ന് വരുന്ന അണുക്കളെപ്പോലും നശിപ്പിച്ച് കളയാൻ മണ്ണിന് കഴിയുമെന്നാണ്. അത് മണ്ണിന് മാത്രമേ സാധിക്കൂ. അത് സോപ്പ് കൊണ്ട് കഴിയില്ല, ഹാൻഡ് വാഷ് കൊണ്ട് കഴിയില്ല. നമ്മളെ കൈ ശുദ്ധിയാക്കാൻ വേണ്ടി ഹാൻഡ് വാഷ്, സോപ്പ് ഉപയോഗിക്കുക, അതൊന്നും പരിഹാരമില്ല. 7 പ്രാവശ്യം നായയെ തൊട്ട ഭാഗം കഴുകുമ്പോൾ 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവണമെന്നാണ്. അത് വേറെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കാര്യം കിട്ടൂല. കാരണം ആ നായയുടെ രോഗാണുക്കളെ നശിപ്പിക്കാൻ പറ്റുന്നത് അള്ളാഹു നിക്ഷിപ്തമാക്കിയിരിക്കുന്നത് മണ്ണിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങിയ ഈ സൂറത്തുൻ നിസായിലെ 43-ാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ ഇറക്കിയിരിക്കുന്ന ഈ